Welcome to Infotechന്റെ ടാലി പ്രൈം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഏതാണ്, അക്കൗണ്ടിങ്ങിൽ വരുന്ന ബേസിക് എലമെന്റ്സ് ഏതൊക്കെയാണ്, അതിനകത്ത് വരുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഇവയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം അക്കൗണ്ടിങ് എന്താണെന്ന് പഠിക്കാം. ഒരു ഫിനാൻഷ്യൽ ഡാറ്റയെ റെക്കോർഡ് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് അതിനെ സമ്മറൈസ് ചെയ്ത് ഒരു മീനിങ് ഫുൾ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ പേയ്മെന്റ് എത്ര നടത്തി, അതുപോലെ എത്ര നമുക്ക് ഇൻകം വന്നു, അല്ലെങ്കിൽ എത്ര എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്തു, ഇവയൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. അക്കൗണ്ടിങ്ങിന് ഫാദർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ലൂക്ക പാസിയോളിയാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അത് അക്കൗണ്ടിങ്ങിനകത്ത് മെയിൻ ആയിട്ട് 4 ടൈപ്പാണ് വരുന്നത്. അതിൽ ആദ്യത്തെ പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എക്സ്റ്റേണൽ പാർട്ടീസ്, ഇപ്പോൾ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ എക്സ്റ്റേണൽ പാർട്ടീസ് എന്ന് പറയാം. അപ്പോൾ എക്സ്റ്റേണൽ പാർട്ടീസിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷനെയാണ് ഈ ഒരു അക്കൗണ്ടിങ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് മാനേജീരിയൽ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ മാനേജീരിയൽ അക്കൗണ്ടിങ് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് മാനേജേഴ്സ്, ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലുള്ള ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് മാനേജീരിയൽ അക്കൗണ്ടിങ് അഥവാ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് എത്ര കോസ്റ്റ് വന്നു, അതായത് ഒരു ഗുഡ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വന്നു, അതിന് എത്ര മെഷർമെന്റ് വന്നു, അതിന്റെ ഐഡന്റിഫിക്കേഷൻ, അനാലിസിസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വരുന്ന അക്കൗണ്ടിങ് ആണ് ടാക്സ് അക്കൗണ്ടിങ്. ടാക്സ് അക്കൗണ്ടിങ്ങിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അത് മെയിൻ ആയിട്ട് ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ബിസിനസ്സിനോ അല്ലെങ്കിൽ വേറെ എൻറ്റിറ്റീസിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ബേസിക് എലമെന്റ്സ് ആണ്. അപ്പൊ ഈ എലമെന്റ്സ് നമുക്ക് വ്യക്തമായി അറിഞ്ഞാൽ നമുക്ക് ടാലിനകത്ത് വൗച്ചേഴ്സ് എല്ലാം എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ആദ്യം പഠിക്കാം. അപ്പൊ മെയിൻ ആയിട്ട് 5 പ്രൈമറി എലമെന്റ്സ് ആണ് അക്കൗണ്ടിങ്ങിൽ ഉള്ളത്. അതിൽ ആദ്യത്തെ വരുന്നത് അസറ്റ്, പിന്നെ ലയബിലിറ്റി, പിന്നെ ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ, പിന്നെ എക്സ്പെൻസ്, റവന്യൂ. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ബേസിക് എലമെന്റ്സിലെ ആദ്യത്തെ എലമെന്റ് ആണ് അസറ്റ്. അസറ്റിന് മലയാളത്തിൽ പറയണമെങ്കിൽ ആസ്തി എന്ന് പറയാം. അപ്പൊ അസറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതായത് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയിൽ യൂസ് ചെയ്യുന്ന റിസോഴ്സസിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു കമ്പനിക്ക് ഒരു ലാൻഡ് വേണം. അപ്പോൾ ആ ലാൻഡ്, അതുപോലെ അവിടെ ഒരു ബിൽഡിംഗ് വേണം. ആ ബിൽഡിങ്ങിനകത്ത് കുറച്ച് ഫർണിച്ചേഴ്സ് വേണം, അതുപോലെ മെഷീൻസ് വേണം, എക്യുപ്മെന്റ്സ് ഒക്കെ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു കമ്പനിയിൽ ഒരു ബിസിനസ് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ സാധനങ്ങളിലേക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റിന് എക്സാമ്പിൾ വന്നിട്ട് ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, ഫാക്ടറീസ് ആവാം, ഫർണിച്ചർ ആവാം, എക്യുപ്മെന്റ് ആവാം. അതുപോലെ അസറ്റ് പറയുന്നത് 2 ടൈപ്പാണുള്ളത്. ഒന്ന് ടാഞ്ചിബിളും മറ്റേത് ഇൻടാഞ്ചിബിളും. ടാഞ്ചിബിൾ പറയുമ്പോൾ നമുക്ക് കാണാനും ഫീൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന സാധനമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ്, എക്യുപ്മെന്റ്, അതുപോലെ തന്നെ മെഷീനറി, ഫർണിച്ചറൊക്കെ ടാഞ്ചിബിളിനകത്ത് പെടാം. ഇൻടാഞ്ചിബിളിന് ഉദാഹരണം പറയുന്നത് നമ്മുടെ ട്രേഡ് മാർക്ക്, പാറ്റേൺസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഈ അസറ്റ് വന്നിട്ട് ബാലൻസ് ഷീറ്റ് പറഞ്ഞിട്ട് റിപ്പോർട്ട് ഉണ്ട്, അതിനകത്തായിരിക്കും ലിസ്റ്റ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്ന എലമെന്റ് ആണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റി പറഞ്ഞാൽ മലയാളത്തിൽ പറയണമെങ്കിൽ ബാധ്യത. അതായത് ഇപ്പൊ നമ്മുടെ എക്സ്റ്റേണൽ പാർട്ടീസ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ആരും ആവാം. അവർക്ക് നിന്നും നമ്മൾ എന്തെങ്കിലും കടം വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരോട് നമുക്ക് എല്ലാ ബാധ്യത ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ലയബിലിറ്റീസിലാണ് ഇടുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ലോൺ, ഇപ്പൊ ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്നു, അപ്പൊ ലോൺ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ കടമായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് ആണ്. അപ്പൊ ലോണൊക്കെ പറയുന്നത് ലയബിലിറ്റിന്റെ അണ്ടറിലാണ് വരിക. പിന്നെ ഈ ലയബിലിറ്റി വന്നിട്ട് അസറ്റ് പോലെ തന്നെ ബാലൻസ് ഷീറ്റിനകത്തായിരിക്കും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. നെക്സ്റ്റ് വരുന്ന എലമെന്റ് ആണ് ഇക്വിറ്റിയും ക്യാപിറ്റലും. ഇപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഓണർ
തൻ്റെ ബിസിനസ്സിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ്, അതായത് ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്യാഷ് നമുക്ക് അതിനകത്ത് ഇടണം. ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ആരാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരായിരിക്കും ആ ക്യാപിറ്റൽ എമൗണ്ട് ബിസിനസ്സിനകത്ത് ഇടുന്നത്. ഇക്വിറ്റി പറഞ്ഞാൽ നമ്മുടെ ഇക്വിറ്റി നമുക്ക് വേറെ പേരും പറയാം, ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയാം. അപ്പൊ അത് പറയുന്നത് കമ്പനിയിലത്തെ ടോട്ടൽ അസറ്റിൽ നിന്നും എന്തെങ്കിലും ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈനസ് ചെയ്ത് കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വിറ്റിയും ക്യാപിറ്റലും ബാലൻസ് ഷീറ്റിനകത്ത് തന്നെയാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ബേസിക് എലമെന്റ് ആണ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ റവന്യൂ പറയുന്നത് നമ്മൾ സെയിൽ എന്നും പറയാം അല്ലെങ്കിൽ ഇൻകം എന്നും പറയാം. അപ്പൊ ഇൻകം എന്ന പേര് കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കമ്പനിയിലേക്ക് വരുന്ന എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ കമ്പനീന്റെ ഏർണിങ്സിനെയാണ് നമ്മൾ ഇൻകം അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഒരു ഗുഡ്സ് വിറ്റിട്ടുള്ള എന്തെങ്കിലും ഗുഡ്സ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് പേയ്മെന്റ് തരും. അപ്പോൾ ആ പേയ്മെന്റ് പറയുന്നത് നമ്മുടെ റവന്യൂവിൽ പെടും. അതുപോലെ സർവീസസ് ചെയ്ത് കൊടുക്കുക, അതുപോലെ അതർ സോഴ്സ് ഓഫ് ഇൻകം ഒക്കെയാണ് ഈ ഒരു റവന്യൂവിനകത്ത് വരുന്നത്. അപ്പൊ റവന്യൂ എപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് അകത്താണ്. നെക്സ്റ്റ് വരുന്ന എലമെന്റ് ആണ് എക്സ്പെൻസ്. എക്സ്പെൻസ് പറഞ്ഞാൽ ചെലവ്. അതായത് ഒരു കമ്പനി നടത്തുന്നതിന് വേണ്ടിയിട്ട് ആ കമ്പനിയിൽ എന്തൊക്കെ ചെലവുകൾ വരുന്നോ അതിനൊക്കെ നമ്മൾ എക്സ്പെൻസ് എന്ന് പറയും. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഒരു കമ്പനി നടത്തുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന് സാലറി കൊടുക്കണം, അതുപോലെ ആ ബിൽഡിംഗ് റെന്റ് ആണെങ്കിൽ റെന്റ് കൊടുക്കണം, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കൊടുക്കണം. ഇതൊക്കെയാണ് എക്സ്പെൻസിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ എക്സ്പെൻസും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് അകത്താണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് റെക്കോർഡ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനും ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ ആ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനും അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രിൻസിപ്പിൾസിനെയും ഗൈഡ് ലൈൻസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പറയുന്നത്. അപ്പൊ അതിന്റെ ഷോർട്ട് ഫോം പറയുന്നത് GAAP. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എല്ലാവരുടെയും ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ഇതിന് മറ്റ് രണ്ട് പേരും കൂടി ഉണ്ട്, ഒന്ന് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ കൺവെൻഷൻസ്. കൺസെപ്റ്റ് ചോദിച്ചാലും കൺവെൻഷൻ ചോദിച്ചാലും സെയിം തന്നെയാണ് വരുന്നത്, അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് തന്നെയാണ് വരുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പറഞ്ഞാൽ എന്താ പഠിച്ചു, ഇനി അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വരുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് ഡിഫറെന്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പൊ ഒന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി ആണ്, പിന്നെ കൺസർവേറ്ററീസ്, കൺസിസ്റ്റൻസി, കോസ്റ്റ്, മണി മെഷർമെന്റ്, ഫുൾ ഡിസ്ക്ലോഷർ, ഗോയിങ് കൺസേൺ, മാച്ചിങ്, മെറ്റീരിയലിറ്റി, അക്കൗണ്ടിങ് പീരീഡ്, ഡ്യുവൽ എക്സ്പെക്ട്, റവന്യൂ റെക്കഗ്നൈസേഷൻ, ഒബ്ജക്ടിവിറ്റി. അപ്പൊ ഇത്രയും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളിവിടെ വിശദീകരിച്ച് പറയുന്നില്ല, അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു 5 കാര്യമാണ് ഇവിടെ വിശദീകരിച്ച് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ 5 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി ആണ്. അപ്പൊ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ക്യാപിറ്റൽ പഠിച്ചല്ലോ, ക്യാപിറ്റൽ പറയുന്നത് എന്താണ്, ഒരു ഓണർ ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്. അപ്പോൾ അവിടെ ഓണറാണ് അവരുടെ ബിസിനസ്സിലോട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. ഓണറും ബിസിനസ്സും എപ്പോഴും രണ്ടായിട്ട് തന്നെ കാണണം. അത് എപ്പോഴും രണ്ട് എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അതിനെയാണ് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തത് പറയുന്നത് കൺസർവേറ്റീവ്സം ആണ്. കൺസർവേറ്റീവ്സം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. അതിന് പകരം ലോസ് വരാതെ എങ്ങനെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നോക്കേണ്ടത്. അതാണ് നമ്മൾ കൺസർവേറ്റീവ്സം പ്രിൻസിപ്പിളിൽ പറയുന്നത്. പിന്നെ വരുന്നത് അക്കൗണ്ടിങ് പീരീഡ് ആണ്. അക്കൗണ്ടിങ് പീരീഡ് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു പ്രിപ്പയർ ചെയ്യുന്നതും ഒരു പീരീഡ് ഓഫ് ഇന്റർവെലിനകത്തായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ബാങ്ക് എടുക്കുകയാണെങ്കിൽ ബാങ്കിലുള്ള അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ്. അതേസമയം സ്കൂളുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ജൂൺ മുതൽ മാർച്ച് വരെയാണ് അവരുടെ അക്കൗണ്ടിങ് പീരീഡ് വരുന്നത്. പിന്നെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമ്മൾ എന്തെങ്കിലും റൂൾസ് അല്ലെങ്കിൽ പോളിസീസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ത്രൂ ഔട്ട് അത് പാലിച്ചിരിക്കണം, ഇടയിൽ വെച്ചിട്ട് അത് മാറ്റാൻ പാടില്ല. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മണി മെഷർമെന്റ് ആണ്. മണി മെഷർമെന്റ് പറയുന്നത്
അതായത് കാശുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ബുക്സ് ഓഫ് ബിസിനസ്സിൽ എപ്പോഴും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിലുള്ള റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പനി ഫോളോ ചെയ്യുന്ന റൂൾസ് ആണ്. അപ്പോൾ മെയിനായിട്ട് രണ്ട് പ്രൈമറി മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് അക്രൂവൽ അക്കൗണ്ടിങ്, രണ്ടാമത്തെ വന്നിട്ട് ക്യാഷ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അക്രൂവൽ അക്കൗണ്ടിങ്ങിൽ റവന്യൂസ് ആണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇത് ജനറലി യൂസ് ചെയ്യുന്നത് കമ്പനീസിലാണ്. ക്യാഷ് അക്കൗണ്ടിങ്ങിൽ ഒരു സെയിൽ നടക്കുമ്പോൾ അതായത് പേയ്മെന്റ് കിട്ടിയാൽ മാത്രം അവിടെ സെയിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഒരു ബില്ല് പേ ചെയ്താൽ മാത്രമാണ് അവിടെ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് ആണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. നമ്മൾ ഇന്ന് പഠിച്ച ക്ലാസ്സിന്റെ ഒരു സമ്മറി പേജാണ് ഈ കാണുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിച്ചത് അക്കൗണ്ടിങ് പറഞ്ഞാൽ എന്താണെന്നാണ്. അതിനോടൊപ്പം തന്നെ 4 ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്ങും പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ബേസിക് എലമെന്റ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതായത് അസറ്റ്, ലയബിലിറ്റി, റവന്യൂ, ക്യാപിറ്റൽ, എക്സ്പെൻസ് എന്നിവയൊക്കെയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന്റെ പർപ്പസ് എന്താണെന്നാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് 2 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതായത് അക്രൂവൽ അക്കൗണ്ടിങ്ങും ക്യാഷ് അക്കൗണ്ടിങ്ങും.